ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ സിവിൽ എഞ്ചിനീയറിംഗ് അപ്ഡേറ്റഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. സോ ഓൾറെഡി നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് നോക്കിയിരുന്നു. ഇന്ന് അതിൻ്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. സോ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹയർ വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ് ഈസ് റിക്വയർഡ് ഇഫ് സ്ട്രക്ചർ ഈസ് ഹയർ വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ് എപ്പോഴാണ് നമുക്ക് ആവശ്യം എന്നാണ് ചോദിച്ചേക്കുന്നത്. എ മെയ്ഡ് വിത്ത് സിമെൻറ്റ്, ബി തിക്ക് ആൻഡ് റെയിൻഫോഴ്സ്ഡ്, സി തിൻ ആൻഡ് ഹെവിലി റെയിൻഫോഴ്സ്ഡ്, ഡി തിക്ക് ആൻഡ് ഹെവിലി റെയിൻഫോഴ്സ്ഡ്. നമുക്ക് എപ്പോഴാണ് ഹൈ വർക്കബിലിറ്റി വേണ്ടത്? ഒബ്വിയസ്ലി നമ്മുടെ തിൻ ആൻഡ് ഹെവിലി റെയിൻഫോഴ്സ്ഡ് ആകുമ്പോഴാണ് നമുക്ക് കൂടുതൽ വർക്കബിലിറ്റി വേണ്ടത്. ബിക്കോസ് തിൻ ആൻഡ് ഹെവിലി റെയിൻഫോഴ്സ്ഡ് സെക്ഷനിലാണ് നമുക്ക് കോൺക്രീറ്റ് അകത്ത് പോകാനുള്ള പ്രശ്നമുള്ളത്. അപ്പോൾ നമുക്ക് വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യണം, എന്നാലേ അതിന് ഉള്ളിൽ പോകാൻ പറ്റൂ. ഓക്കെ, സോ ആൻസർ എന്ന് പറയുമ്പോൾ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? വോള്യൂം ഓഫ് ദ വാട്ടർ ടു ദാറ്റ് ഓഫ് സിമെൻറ്റ് ആണോ, ഓർ ബി വെയ്റ്റ് ഓഫ് ദ വാട്ടർ ടു ദാറ്റ് ഓഫ് സിമെൻറ്റ് ആണോ, ഓർ ബോത്ത് വോള്യൂം ഓഫ് ദ വാട്ടർ ടു ദാറ്റ് ഓഫ് സിമെൻറ്റ് ആൻഡ് വെയ്റ്റ് ഓഫ് ദ വാട്ടർ ടു ദ സിമെൻറ്റ് ആണോ, ഓർ വെയ്റ്റ് ഓഫ് ദ കോൺക്രീറ്റ് ടു ദാറ്റ് ഓഫ് വാട്ടർ ആണോ? സോ വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും മെഷർ ചെയ്യുന്നത് മാസിലാണ്. അത് മാത്രം ഓർത്താൽ മതി. സോ മാസിലാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുമ്പോൾ വെയ്റ്റിലാണ് വരുന്നത്. വെയ്റ്റ് ഓഫ് ദ വാട്ടർ ടു ദാറ്റ് ഓഫ് സിമെൻറ്റ്. വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ വെയ്റ്റ് ഓഫ് ദ വാട്ടർ ടു ദാറ്റ് ഓഫ് സിമെൻറ്റ്. ഓക്കെ, സോ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് ഫ്രം മോട്ടർ ഡ്യൂറിങ് ട്രാൻസ്പോർട്ടേഷൻ. നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുമ്പോൾ സെപ്പറേഷൻ ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് സെപ്പറേറ്റ് ആവും കോൺക്രീറ്റിൽ നിന്ന്. അപ്പോൾ അതിനെ എന്താണ് പറയുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. എ ബ്ലീഡിംഗ് ആണോ, ബി ക്രീപ്പിംഗ് ആണോ, സി സെഗ്രിഗേഷൻ ആണോ, ഡി ശ്രിങ്കേജ് ആണോ? സോ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് സെഗ്രിഗേഷൻ ആണ്. സെഗ്രിഗേഷൻ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ കോഴ്സ് അഗ്രിഗേറ്റ്, കോൺക്രീറ്റിൽ നിന്ന് കോഴ്സ് അഗ്രിഗേറ്റ് സെപ്പറേറ്റ് ഔട്ട് ആവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് നെക്സ്റ്റ് നമുക്ക് ബ്ലീഡിംഗ് നോക്കാം. ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ സിമെൻറ്റ് സ്ലറി കോൺക്രീറ്റിൽ നിന്ന് സെപ്പറേറ്റ് ഔട്ട് ആവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. സോ സിമെൻറ്റ് സ്ലറി സെപ്പറേറ്റ് ആവുകയാണ് കോൺക്രീറ്റിൽ നിന്ന്, അപ്പോൾ നമ്മളതിൻ്റെ ബ്ലീഡിംഗ് എന്ന് പറയും. കോഴ്സ് അഗ്രിഗേറ്റ് സെപ്പറേറ്റ് ഔട്ട് ആവുകയാണെങ്കിൽ നമ്മളതിനെ സെഗ്രിഗേഷൻ എന്ന് പറയും. ഓക്കെ, പിന്നെ ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ ക്രീപ്പിംഗ് ആൻഡ് ശ്രിങ്കേജ് ആണ്. ഇത് രണ്ടും പ്രോപ്പർട്ടി ഓഫ് കോൺക്രീറ്റ് ആണ്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ സി ആണ്. സെപ്പറേഷൻ ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് ഫ്രം മോട്ടർ ഡ്യൂറിങ് ട്രാൻസ്പോർട്ടേഷൻ ഈസ് നോൺ ആസ് സെഗ്രിഗേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ പ്രോപ്പർ വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ് ദ വാട്ടർ സിമെൻറ്റ് റേഷ്യോ വേരീസ് ഫ്രം. പ്രോപ്പർ വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റിൻ്റെ വാട്ടർ സിമെൻറ്റ് റേഷ്യോ എത്രയെന്നാണ് ചോദിച്ചിരുന്നത്. 0.1 to 0.2 ആണോ, 0.2 to 0.4 ആണോ, 0.4 to 0.6 ആണോ, ഓർ 0.6 to 0.8 ആണോ? സോ നമുക്ക് ബേസിക്കായിട്ട് നമുക്കറിയാം നമ്മുടെ ടോട്ടൽ വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ വാട്ടർ റിക്വയർഡ് എന്ന് പറയുമ്പോൾ 38% ആണ് വാട്ടർ റിക്വയർഡ്. സോ ഡിസൈറബിൾ ക്വാണ്ടിറ്റിയിൽ നമ്മൾ എടുക്കുമ്പോൾ 0.4 തൊട്ടാണ് നമ്മുടെ വാട്ടർ സിമെൻറ്റ് റേഷ്യോ സ്റ്റാർട്ട് ആകുന്നത്. അപ്പോൾ ഡിസൈറബിൾ റേഷ്യോ എന്ന് പറഞ്ഞാൽ 0.4 to 0.6 ആണ്. ഓക്കെ, സോ ആൻസർ എന്ന് പറഞ്ഞാൽ 0.4 to 0.6, സി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The showing up of white fluffy layer on the surface of the concrete is termed as. നമുക്ക് ഷോയിങ് അപ്പ് വൈറ്റ് ഫ്ലിഫി ലെയർ സർഫസിൽ നമ്മൾ കാണുവാണ് കോൺക്രീറ്റ് എങ്കിൽ അതിനെ എന്താണ് പറയുന്നതാണ് ചോദിച്ചേക്കുന്നത്. എ കൺസിസ്റ്റൻസി ആണോ, ബി എഫ്ലോറസൻസ് ആണോ, സി സെഗ്രിഗേഷൻ ആണോ, ഡി വർക്കബിലിറ്റി ആണോ? സോ ആൻസർ വളരെ ബേസിക് ആണ്, എല്ലാവർക്കും അറിയാം. ബി ആണ് കറക്റ്റ് ആൻസർ, എഫ്ലോറസൻസ് നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് കാണുന്നത്? നമ്മൾ ആൽക്കലിയുടെ പ്രസൻസ് കൊണ്ടാണ് നമ്മൾ എഫ്ലോറസൻസ് കാണുന്നത്. എഫ്ലോറസൻസിൻ്റെ ബേസിക്കായിട്ട് ഞാൻ പറയാം. ഇപ്പോൾ ആൽക്കലി പ്ലസ് വാട്ടർ, ഈ ഇൻറ്റീരിയർ സർഫസിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആൽക്കലി പ്ലസ് വാട്ടറാണ് ഇൻറ്റീരിയർ സർഫസിൽ. വാട്ടറിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് പറഞ്ഞാൽ വാട്ടർ ആൽക്കലിനെ കൊണ്ട് എടുത്ത് ട്രാൻസ്പോർട്ട് ആകും. വാട്ടറിൻ്റെ പ്രോപ്പർട്ടി എന്താ പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ചെയ്ത് സർഫസിൽ വരും. ഓക്കെ, സർഫസിലേക്ക് വാട്ടർ ആണെങ്കിൽ ഇവാപ്പറേറ്റ് ആകും. ഓക്കെ, വാട്ടർ പ്ലസ് ആൽക്കലി ആണ് ട്രാൻസ്പോർട്ട് ആവുന്നത്. വാട്ടർ ആണെങ്കിൽ ഇവാപ്പറേറ്റ് ആവും. ആൽക്കലി ആണെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റി കാരണം സർഫസിൽ തന്നെ ഇരിക്കും, അത് വൈറ്റ് സർഫസ് ആയിട്ട് ഫോം ചെയ്യും. സോ അപ്പോഴാണ് നമുക്ക് വൈറ്റ് ഫ്ലിഫി ലെയർ നമുക്ക് സർഫസ് ഓഫ് കോൺക്രീറ്റ് കാണുന്നത്. സോ അതിനെയാണ് നമ്മൾ ഓപ്ഷൻ ബി, അതായത് എഫ്ലോറസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ബോട്ടം ഡയമീറ്റർ ഇൻ mm of the standard mold used in slump test of a concrete? നമ്മൾ ബോട്ടം ഡയമീറ്റർ എത്ര എന്നാണ് ചോദിച്ചിരുന്നത് സ്ലംപിൻ്റെ. എ 50 ആണോ, ബി 100 ആണോ, സി 150 ആണോ, ഡി
200 ആണോ? സോ സ്ലംപ് ടെസ്റ്റ് ബേസിക്കലി നമ്മൾ സ്ലംപ് കോൺ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്, സ്ലംപ് വാല്യൂ വർക്കബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി. ഓക്കെ, സോ ഇതാണ് ജനറൽ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ ആണ്, താഴത്തെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 20 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, 20 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ. ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 30 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇവിടെ ഒരു ഹാൻഡിലുണ്ട്, അത് റേസ് ചെയ്യാൻ വേണ്ടി. അതിൻ്റെ ഡയമീറ്റർ, അതിൻ്റെ ടോപ്പിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഡയമീറ്റർ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 10 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, പിന്നെ ഇതിനെ കമ്പാക്റ്റ് ചെയ്യാൻ നമ്മൾ ഒരു കമ്പാക്റ്റിംഗ് റോഡും യൂസ് ചെയ്യും. ഓക്കെ, കമ്പാക്റ്റ് ചെയ്യാൻ നമ്മൾ കമ്പാക്റ്റിംഗ് റോഡ് ചെയ്യും. പക്ഷേ അതിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 16 mm ആണ്. അതേപോലെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 60 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 60 സെൻറ്റിമീറ്റർ. സോ ഇതിനകത്തെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് ബോട്ടം ഡയമീറ്റർ ആണ്. ബോട്ടം ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 220 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 200 mm. ഓക്കെ, അതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇഫ് ദ സൈസ് ഓഫ് ദ സ്പെസിമെൻ യൂസ് ടു ടെസ്റ്റ് ദ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ് ഈസ് ഡിക്രീസ്ഡ്. സൈസ് ഓഫ് ദ സ്പെസിമെൻ യൂസ്ഡ് ഇൻ ദ ടെസ്റ്റ് ഓഫ് ദ കംപ്രസീവ് സ്ട്രെങ്ത്, നമ്മൾ കംപ്രസീവ് സ്ട്രെങ്ത്തിൽ സൈസ് ഓഫ് ദ സ്പെസിമെൻ നമ്മൾ എടുക്കുന്നത് അത് ഡിക്രീസ് ആവുകയാണെങ്കിൽ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റിൽ എന്ത് ചേഞ്ച് ആണോ ഉണ്ടാവുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഡിക്രീസസ് ആണോ, അതോ ഡസ് നോട്ട് എഫക്റ്റ് ആണോ, ഓർ ഫസ്റ്റ് ഡിക്രീസസ് ദെൻ ഇൻക്രീസ് ആണോ, അതോ ഇൻക്രീസസ് ആണോ? സോ നമ്മൾ കംപ്രസീവ് സ്ട്രെങ്ത് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ സൈസ് ഓഫ് ദ ക്യൂബിനെ കുറയ്ക്കുകയാണെങ്കിൽ അതിൽ നമ്മുടെ വാല്യൂവിൽ എന്ത് കംപ്രസീവ് സ്ട്രെങ്ത്തിൽ നമ്മൾ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റിൽ എന്ത് റിഫ്ലക്ഷനാണ് കാണുന്നതാണ് ചോദിച്ചിരുന്നത്. ഓക്കെ, ബേസിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഏരിയ അല്ലെങ്കിൽ നമ്മുടെ വോള്യത്തിന് നമ്മൾ കുറയ്ക്കുകയാണ്, അല്ലെങ്കിൽ സൈസ് ഓഫ് ദ സ്പെസിമെനെ കുറയ്ക്കുകയാണെങ്കിൽ ബേസിക്കലി നോക്കുകയാണെങ്കിൽ അത് പ്രോപ്പർട്ടീസ് ഓഫ് ദ കോൺക്രീറ്റിൽ ഒരു ചേഞ്ചസും വരുത്തത്തില്ല. ഓക്കെ, പ്രോപ്പർട്ടീസ് ഓഫ് ദ കോൺക്രീറ്റിൽ ഒരു ചേഞ്ചസും വരുത്തില്ല. ആക്ച്വലി കറക്റ്റ് ആൻസർ ആയിരിക്കേണ്ടത് ഇതാണ്. ഓക്കെ, ആക്ച്വലി നമ്മുടെ സൈസ് ഓഫ് ദ സ്പെസിമെൻ നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രോപ്പർട്ടി ഓഫ് ദ കോൺക്രീറ്റ് ഒരു ചേഞ്ചും വരത്തില്ല. സോ ആൻസർ എന്ന് പറഞ്ഞാൽ ഇതാണ്. പക്ഷേ ഇങ്ങനെയും ചോദിക്കാൻ വാല്യൂ മേ ബി കംപ്രസീവ് സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ ആണ് ചോദിക്കുന്നതെങ്കിൽ, ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. ഇൻ കേസ് കംപ്രസീവ് സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരുന്നെങ്കിൽ അപ്പം എന്താണ് ആൻസർ? കംപ്രസീവ് സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ ചോദിച്ചിരുന്നെങ്കിൽ ആൻസർ എന്ന് പറഞ്ഞാൽ ഡി ആയിരുന്നു. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്റ്റീലിൻ്റെ റിസ്ട്രെയിനിങ് എഫക്റ്റ് നമ്മുടെ ക്യൂബിൻ്റെ സൈസ് കുറയുവാണെങ്കിൽ, നമ്മുടെ ക്യൂബിൻ്റെ സൈസ് നമ്മൾ കുറയുവാണെങ്കിൽ സ്റ്റീലിൻ്റെ റിസ്ട്രെയിനിങ് എഫക്റ്റ് കൂടും. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ, കംപ്രസീവ് സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ കൂടും. സോ അത് കാരണം ആൻസർ ഡി ആവാനും ചാൻസസ് ഉണ്ട്. സോ ആൻസർ നിങ്ങൾ നല്ലോണം ക്വസ്റ്റ്യൻ റീഡ് ചെയ്തിട്ട് ആൻസർ ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഡസ് നോട്ട് എഫക്റ്റ് ആണ്. പ്രോപ്പർട്ടിയുടെ കൂടെ പ്രോപ്പർട്ടി കാരണം നമ്മുടെ ഒരിക്കലും സൈസ് കാരണം പ്രോപ്പർട്ടി വേരി ആകത്തില്ല. സോ ഡസ് നോട്ട് എഫക്റ്റ് ആണ് കറക്റ്റ് ആൻസർ. ബട്ട് വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഇൻക്രീസസ് ആണ് കറക്റ്റ് ആൻസർ. കംപ്രസീവ് സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ ഇൻക്രീസസ് ഡ്യൂ ടു റെസ്ട്രെയിനിങ് എഫക്റ്റ് ഓഫ് സ്റ്റീൽ പ്ലേറ്റ് ഇൻക്രീസസ്. ഓക്കെ, സോ ആൻസർ എന്ന് പറഞ്ഞാൽ ബി ആൻഡ് ഡി ആണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ റിസൾട്ട് ഓഫ് പ്രോപ്പർ ബാച്ചിങ് ഓഫ് ദ കോൺക്രീറ്റ്? ഏതാണ് ഇതിൽ പ്രോപ്പർ ബാച്ചിങ് ഓഫ് കോൺക്രീറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ എക്കണോമി ആണോ, ബി ഡ്യൂറബിലിറ്റി ആണോ, സി വർക്കബിലിറ്റി ആണോ, ഡി സ്ട്രെങ്ത് ആണോ? സോ ബാച്ചിങ് എന്ന് പറഞ്ഞാൽ മെഷർമെൻറ്റ് ഓഫ് അഗ്രിഗേറ്റ് അല്ലെങ്കിൽ മെഷർമെൻറ്റ് ഓഫ് ഓൾ ദ ഇൻഗ്രീഡിയൻസിനെയാണ് ബാച്ചിങ് എന്ന് പറയുന്നത്. സോ അത് എന്ത് പാരാമീറ്ററിലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് ചോദിച്ചേക്കുന്നത്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ ഡി ആണ്. അതായത് എക്കണോമി ഡിപ്പെൻഡ് ചെയ്യും, വർക്കബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യും, ഡ്യൂറബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യും, സ്ട്രെങ്ത് ഡിപ്പെൻഡ് ചെയ്യും. സോ ആൻസർ എന്ന് പറഞ്ഞാൽ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ എഫക്റ്റീവ് പ്ലാൻ ഏരിയ ഓഫ് ദ വെയർഹൗസ് ഈസ് 54 square meter and the maximum height of the pile permitted is 270 centimeter, what is the number of cement bag that can be stored? So number of cement bag ആണ് ചോദിച്ചിരിക്കുന്നത്. വെയർ ഹൗസിൻ്റെ നമ്മുടെ സ്ക്വയർ മീറ്റർ തന്നിട്ടുണ്ട്, പ്ലസ് മാക്സിമം ഹൈറ്റ് തന്നിട്ടുണ്ട്. സോ അത് വെച്ച് നമുക്ക് അതിൻ്റെ വോള്യൂം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, പ്ലസ് നമ്പർ ഓഫ് സിമെൻറ്റ് ബാഗ് ദാറ്റ് ക്യാൻ ബി സ്റ്റോർഡ്. സിമെൻറ്റ് ബാഗ് ആണ്, സിമെൻറ്റ് അല്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സിമെൻറ്റ് ബാഗിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ എ 200 ആണോ, 2000 ആണോ, 24,000 ആണോ, 27,000 ആണോ? ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ വെയർ ഹൗസിൻ്റെ വോള്യൂം എന്ന് പറഞ്ഞാൽ എത്രയാണ്? വോള്യൂം ഓഫ് വെയർ ഹൗസ് ബൈ വോള്യൂം ഓഫ് സിമെൻറ്റ് ബാഗ്.
ഇതാണ് ഫോർമുല. ഓക്കെ, നമ്പർ ഓഫ് ബാഗ്സ് നമ്മൾ ചോദിക്കുമ്പോൾ വോള്യൂം ഓഫ് വെയർ ഹൗസ് ബൈ വോള്യൂം ഓഫ് സിമെൻറ്റ് ബാഗ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയാണ്? വോള്യൂം എന്ന് പറയുമ്പോൾ 54 ഇൻറ്റു 270. സോ നിങ്ങൾ യൂണിറ്റ് കൺവേർഷൻ ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, 270 ബൈ വോള്യൂം ഓഫ് സിമെൻറ്റ് എന്ന് പറഞ്ഞാൽ 3000 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്, ഇൻറ്റു അതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 18 ആണ്. സോ നമ്മൾ യൂണിറ്റ് കൺവേർഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ഏകദേശം ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് 27 ആൻസർ കിട്ടും. ഓക്കെ, 27 ആൻസർ കിട്ടും. സോ 27 എന്ന് പറയുമ്പോൾ 2700 ആൻസർ നമുക്ക് കിട്ടും ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, സോ ആൻസർ എന്ന് പറഞ്ഞാൽ 2700. സോ യൂണിറ്റ് ഒന്ന് ശ്രദ്ധിക്കണം. മീറ്ററിലും സെൻറ്റിമീറ്ററിലും കൺവേർഷൻ ഒന്ന് കൺവേർട്ട് ചെയ്ത് പ്രോപ്പർലി ചെയ്ത് നോക്കുക. ഓക്കെ, സോ ആൻസർ എന്ന് പറഞ്ഞാൽ ഡി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഡു വി നീഡ് ടു ഡു വൈൽ ഡിസൈനിങ് ആൻഡ് എയർ എൻട്രെയിൻഡ് കോൺക്രീറ്റ്? നമ്മൾ എയർ എൻട്രെയിൻഡ് കോൺക്രീറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ടർ സിമെൻറ്റ് റേഷ്യോ ടു ബി റെഡ്യൂസ്ഡ്. ഓക്കെ, എ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ സിമെൻറ്റ് റേഷ്യോ റെഡ്യൂസ് ചെയ്യണോ? ബി എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷൻ ഓഫ് അഗ്രിഗേറ്റ് ടു ബി റെഡ്യൂസ്, അഗ്രിഗേറ്റിൻ്റെ പ്രൊപ്പോർഷൻ റെഡ്യൂസ് ചെയ്യണോ? ഓർ an allowances for the entrained air is made, or all the options? അതാണ് കറക്റ്റ് ഓപ്ഷൻ. സോ വാട്ടർ എയർ എൻട്രെയിൻഡ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു കോൺക്രീറ്റ് ആണ്. അതിൽ സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ കുറവാണ്. സോ ഒബ്വിയസ്ലി വാട്ടർ സിമെൻറ്റ് റേഷ്യോൻ്റെ വാല്യൂ കുറവായിരിക്കും. ഇത് ഓപ്ഷൻ കറക്റ്റാണ്. പ്ലസ് പ്രൊപ്പോർഷൻ ഓഫ് ദ അഗ്രിഗേറ്റ് കുറവാണ്, ബിക്കോസ് അതിൻ്റെ നമ്മൾ എയറിനെയാണ് ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അതിന് നമ്മൾ വെയിറ്റ് കുറയ്ക്കാനും അതിൻ്റെ ഡെഡ് വെയിറ്റ് കുറയ്ക്കാനും നമ്മൾ അഗ്രിഗേറ്റിനെ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അലവൻസസ് ഫോർ ദ എൻട്രെയിൻഡ് എയർ. നമ്മുടെ എയറിനെയാണ് നമ്മൾ അതിൽ ഉള്ളിൽ കൊണ്ടുവരുന്നത്. സോ ഈ ഓപ്ഷനും കറക്റ്റാണ്. സോ ഓൾ ദ ഓപ്ഷൻസ് ആർ കറക്റ്റ്. ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, സോ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡി ഓപ്ഷനാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് യൂസ്ഡ് ടു പ്രസ് മോട്ടർ ആൻഡ് സ്പ്രെഡ് ഇഫ് യൂണിഫോംലി. സോ നമ്മൾ മോട്ടറിനെ പ്രസ് ചെയ്തും ആൻഡ് സ്പ്രെഡ് നമ്മൾ യൂണിഫോം ചെയ്യാൻ ഏതാണ് യൂസ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ട്രവൽ ആണോ, അലുമിനിയം റോഡാണോ, ഫ്ലോട്ട് ആണോ, ബ്രഷ് ആണോ? സോ ആൻസർ എന്ന് പറഞ്ഞാൽ ഫ്ലോട്ട് ആണ്. ഇതിൻ്റെ ഇമേജ് ഞാൻ കാണിച്ചു തരാം. സോ ഫ്ലോട്ട് ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ മോട്ടറിനെ നമ്മൾ പ്രസ് ചെയ്യാനും സ്പ്രെഡ് ചെയ്യാനും ഫ്ലോട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ട്രോവലിന് സ്മൂത്ത് ഫിനിഷിങ്ങിന് നമ്മൾ ട്രോവൽ യൂസ് ചെയ്യും. ഇതാണ് ട്രോവൽ എന്ന് പറയുന്നത്. സ്മൂത്ത് ഫിനിഷിങ്ങിന് നമ്മൾ ട്രോവൽ യൂസ് ചെയ്യും. പിന്നെ അലുമിനിയം റോഡ് നമ്മൾ കമ്പാക്ഷൻ ചെയ്യാൻ യൂസ് ചെയ്യും. കമ്പാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എയറിനെ എക്സ്പെൽ ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അലുമിനിയം റോഡിനെ നമ്മൾ ലെവലാക്കാനും കമ്പാക്ഷൻ ചെയ്യാനും അഡോപ്റ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സോ ആൻസർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ സൈസ് ഓഫ് ദ കോമൺലി യൂസ്ഡ് കോൺക്രീറ്റ് സ്പെസിമെൻ ഫോർ കംപ്രഷൻ ടെസ്റ്റ്. നമ്മൾ സൈസ് ഓഫ് ദ കോമൺലി യൂസ്ഡ് കോൺക്രീറ്റ് സ്പെസിമെൻ്റെ സൈസാണ് ചോദിച്ചിരിക്കുന്നത്. സോ വളരെ ബേസിക് ആണ്. 50 × 30 mm ആണോ, 150 × 150 × 150 mm ആണോ, 150 × 50 × 50 ആണോ, ഓർ 150 × 150 ആണോ? സോ ആൻസർ എന്ന് പറഞ്ഞാൽ ബി ആണ് കറക്റ്റ് ആൻസർ. 150 × 150. സോ ഇതാണ് ക്യൂബിൻ്റെ സ്പെസിഫിക്കേഷൻ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ദ ഫിഗർ ബിലോ ഒബ്റ്റെയിൻഡ് റിപ്രസെൻറ്റ്. ദ ഫിഗർ എന്താണ് റിപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. സ്ലംപ് വാല്യൂ നമ്മൾ നേരത്തെ നോക്കി സ്ലംപ് കോൺ, അതിനെ റേസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രൊഫൈലാണ് ഈ കാണിച്ചേക്കുന്നത്. സോ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇങ്ങനെയായിരുന്നു ഇതിൻ്റെ സ്ട്രക്ചർ റേസ് ചെയ്ത് നിന്നതെങ്കിൽ അതിനെ എന്താണ് പറയുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. സോ ഇങ്ങനത്തെ ഒരു സർഫസിനെയാണ് നമ്മൾ കിട്ടുമായിരുന്നെങ്കിൽ നമ്മളിതിനെ ട്രൂ സ്ലംപ് എന്ന് പറയും. ഓക്കെ, ട്രൂ സ്ലംപ് എന്ന് പറയും. അതേപോലെ നമ്മുടെ ഫിഗർ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഷേപ്പ് ആയിരുന്നെങ്കിൽ നമ്മളതിനെ ഷിയർ സ്ലംപ് എന്ന് പറയും. ഓക്കെ, ഇതിനെ നമ്മൾ ഷിയർ എന്ന് പറയും. അതേപോലെ ഇപ്പോൾ കാണിക്കുന്ന ഡയഗ്രാമിൽ പോലെ ആണെങ്കിൽ നമ്മളിതിനെ കൊളാപ്സ്ഡ് സ്ലംപ് എന്ന് പറയും. ഓക്കെ, സോ ട്രൂ സ്ലംപ് ഉണ്ട്, നോർമൽ സ്ട്രെങ്ത്, അല്ലെങ്കിൽ ഷിയർ സ്ലംപ് നോക്കി പ്ലസ് കൊളാപ്സ്ഡ് സ്ട്രെങ്ത്. അപ്പോൾ ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഡയഗ്രാമിൽ ഇതാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇതിനെ പറയുന്നതാണ് നമ്മൾ കൊളാപ്സ്ഡ് സ്ലംപ് ഓഫ് കോൺക്രീറ്റ്. ഓക്കെ, സോ ആൻസർ എന്ന് പറഞ്ഞാൽ ഡി ആണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ബ്ലീഡിങ് ഈസ് ഗുഡ് ടു ആൻ എക്സ്റ്റെൻറ്റ് ഇഫ് ഇറ്റ് ഒക്കർ വെൻ കോൺക്രീറ്റ് ഈസ്. ബ്ലീഡിങ് നല്ലതാണ് അപ് ടു ദാറ്റ് എക്സ്റ്റെൻറ്റ്, സം എക്സ്റ്റെൻറ്റ് വരെ നല്ലതാണ്. അത് ഏത് എക്സ്റ്റെൻറ്റ് ആണെന്ന് ചോദിച്ചിരുന്നത്. അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണോ നല്ലത്, ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴാണോ അത് ബ്ലീഡിങ്ങിൻ്റെ നല്ലത്, അതോ മിക്സ് ചെയ്യുമ്പോഴാണോ, അതോ പ്ലാസ്റ്റിക് ആകുമ്പോഴാണോ, കോൺക്രീറ്റ് പ്ലാസ്റ്റിക് ആകുമ്പോഴാണോ നല്ലത്, അതോ പ്ലേസ് ചെയ്യുമ്പോഴാണോ നല്ലത്. സോ ഒബ്വിയസ്ലി ബാക്കി എ, ബി ആൻഡ് ഡി ഓപ്ഷൻ എല്ലാം തെറ്റാണ്. നമ്മൾ ഒരു കോൺക്രീറ്റ് എപ്പോൾ വരെ അത് പ്ലാസ്റ്റിക് ആണോ അപ്പോൾ വരെ നമുക്കതിൻ്റെ ബ്ലീഡിങ് എന്ന പ്രോപ്പർട്ടി അതിലുണ്ടെങ്കിൽ, ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, സിമെൻറ്റ് സ്ലറി കോൺക്രീറ്റിൽ നിന്ന് സെപ്പറേറ്റ് ആവുന്നതാണ് ബ്ലീഡിങ് എന്ന് പറഞ്ഞത്. സോ ആ ഒരു പ്രോസസ്സ് നമ്മുടെ കോൺക്രീറ്റ് പ്ലാസ്റ്റിക് ആവുന്നത് വരെ ഉണ്ടെങ്കിൽ ബ്ലീഡിങ് നല്ലതാണ്. ഓക്കെ, സോ നമ്മൾ പറയുന്നത് സി ഓപ്ഷനാണ്. കോൺക്രീറ്റ് പ്ലാസ്റ്റിക് ആണെങ്കിൽ ആ ലിമിറ്റ് വരെ നമ്മുടെ ബ്ലീഡിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നല്ലതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ ഡസ് ദ സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ് ഡിഫർ വിത്ത് ദ ഏജ്. ഏജ് ഇൻക്രീസ് ആകുമ്പോൾ സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ് എന്താണ്, ഏജ് ഡിഫർ ആകുമ്പോൾ സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ് ഡിഫർ വിത്ത് ദ ഏജിൻ്റെയും സ്ട്രെങ്ത്തിൻ്റെയും വാല്യൂ എങ്ങനെയാണ് വേരി ചെയ്യുന്നതാണ് ചോദിച്ചിരുന്നത്. വിത്ത് ഇൻക്രീസ് ഇൻ ടൈം ദ സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ് ഇൻക്രീസസ്. സോ ആൻസർ എ ആണ്. ഓക്കെ, നമ്മുടെ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്ത് വിത്ത് ഇൻക്രീസ് ഇൻ ടൈം കൂടും. ഓക്കെ, അത് മെയിൻലി എന്താണ്, ലേറ്റസ്റ്റ് സ്ട്രെങ്ത്ത് എന്തുകൊണ്ടാണ്, C2S കാരണമാണ് ലേറ്റസ്റ്റ് സ്ട്രെങ്ത്ത് നമ്മുടെ കോൺക്രീറ്റിന് കിട്ടുന്നത്, അതായത് ഡൈ കാൽഷ്യം സിലിക്കേറ്റ്. സോ ഇതിൻ്റെ OPC നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ 13 ഇയർ ആണ്. അപ് ടു 13 ഇയർ വരെ നമുക്ക് അതിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്ത് കിട്ടും. സോ C2S കാരണമാണ് മെയിൻലി നമ്മുടെ ലേറ്റസ്റ്റ് സ്ട്രെങ്ത്ത് പ്രൊവൈഡ് ചെയ്യാൻ C2S ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. Okay, so with increase in time, strength of the concrete increases. Next question, steam curing of the concrete is adopted. Steam curing നമ്മൾ കോൺക്രീറ്റിന് അഡോപ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചിരുന്നത്. എ പ്രീകാസ്റ്റ് സ്ട്രക്ചർ ആണോ, ബി കോളംസ് ആണോ, സി ബീംസ് ആണോ, ഡി വാൾസ് ആണോ. സോ സ്റ്റീം ക്യൂറിങ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് പ്രീകാസ്റ്റ് സ്ട്രക്ചറിനാണ്. എ ഓപ്ഷനാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, പ്രീകാസ്റ്റ് സ്ട്രക്ചറിനാണ് നമ്മൾ സ്റ്റീം ക്യൂറിങ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ സ്മോൾ വർക്ക് കോൺക്രീറ്റ് ഈസ് ട്രാൻസ്പോർട്ടഡ് യൂസിങ്. നമ്മൾ സ്മോൾ വർക്കിന്, ചെറിയ വർക്കിന് നമ്മൾ കോൺക്രീറ്റ് എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. എ കൺവെയർ ബെൽറ്റ് ആണോ, ബി പമ്പ് ആണോ, സി പാൻസ് ആണോ, ഡി ബക്കറ്റ്സ് ആണോ. സോ ആൻസർ എന്ന് പറഞ്ഞാൽ പാൻ ആണ്. സോ പാൻ വെച്ചാണ് നമ്മൾ ചെറിയ വർക്കിന് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ, കോൺക്രീറ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ പാൻ ആണ് അഡോപ്റ്റ് ചെയ്യുന്നത്. അതേപോലെ ലാർജ് സ്കെയിലിൽ നമുക്ക് കോൺക്രീറ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ കൺവെയർ ബെൽറ്റാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. അതേപോലെ വെർട്ടിക്കലി നമുക്ക് റേസ് ചെയ്യണം, ക്വാണ്ടിറ്റി ഓഫ് ദ കോൺക്രീറ്റ് കുറവാണ്, വെർട്ടിക്കലി ആണ് നമുക്ക് കൊടുക്കണമെങ്കിൽ, റേസ് ചെയ്യണമെങ്കിൽ പമ്പാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇൻ കേസ് വെർട്ടിക്കൽ തന്നെയാണ് പക്ഷേ നമ്മുടെ കോൺക്രീറ്റിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ നമ്മൾ ബക്കറ്റ്സ് ആണ് അഡോപ്റ്റ് ചെയ്യുന്നത്. സോ ഇവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ സി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. പാൻ വെച്ചാണ് നമ്മൾ സ്മോൾ സ്കെയിലിൽ നമ്മൾ കോൺക്രീറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പ്രോസസ് കംസ് ആഫ്റ്റർ ബാച്ചിങ് ഇൻ മാനുഫാക്ചറിങ് പ്രോസസ്സ്. ഏത് പ്രോസസ്സാണ് ബാച്ചിങ് കഴിഞ്ഞാൽ വരുന്നതെന്നാണ് ചോദിച്ചിരുന്നത്. സോ ഫസ്റ്റ് പ്രോസസ്സ് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പറയുന്നത് ബാച്ചിങ് ആണ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മിക്സിംഗ് ആണ്. ഓക്കെ, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ മിക്സിംഗ് ആണ്. തേർഡ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഓക്കെ, ഫോർത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പാക്ഷൻ ആണ്. ഓക്കെ, ഫിഫ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലേസിംഗ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ കഴിഞ്ഞാലുള്ള ഫേസ് ആണ് പ്ലേസിംഗ്. ഓക്കെ, ട്രാൻസ്പോർട്ടേഷൻ കഴിഞ്ഞാൽ പ്ലേസിംഗ് ആണ്. അത് കഴിഞ്ഞാലുള്ള ഫേസാണ് കോമ്പാക്ഷൻ. അത് കഴിഞ്ഞാലുള്ള ഫേസാണ് ക്യൂറിങ്. ഓക്കെ, പിന്നെ ലാസ്റ്റ് ഫേസാണ് നമ്മുടെ ഫിനിഷിംഗ്. ഓക്കെ, സോ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ബാച്ചിങ്, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ മിക്സിംഗ്, തേർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാൻസ്പോർട്ട് കഴിഞ്ഞാൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ട് കമ്പാക്ട് ചെയ്യും. കമ്പാക്ട് എന്ന് പറഞ്ഞാൽ എയറിനെല്ലാം എക്സ്പെൽ ഔട്ട് ചെയ്യുക. സോ കമ്പാക്ഷൻ കഴിഞ്ഞ് നമ്മൾ ക്യൂറിങ് ചെയ്യും. ക്യൂറിംഗ് എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ അല്ലെങ്കിൽ വാട്ടറിൻ്റെ എസ്കേപ്പ് ആവുന്നതിനെ തടയുന്നതാണ് നമ്മൾ ക്യൂറിംഗ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഫിനിഷിംഗ് ചെയ്യും. സോ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് നമ്മൾ ബാച്ചിങ് കഴിഞ്ഞാൽ ഏത് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാച്ചിങ് കഴിഞ്ഞാൽ നമ്മൾ മിക്സിംഗ് ആണ് ചെയ്യുന്നത്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡാഷ് ഈസ് ആഡഡ് ടു മേക്ക് വൈറ്റ് കോൺക്രീറ്റ്. നമ്മൾ ഏതാണ് ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ വൈറ്റ് കോൺക്രീറ്റ് ഉണ്ടാക്കുന്നത്. എ ഫ്ലൈ ആഷ് ആണോ, ബി മെറ്റോകെലിൻ ആണോ, അതോ സി റൈസസ്ക് ആണോ, ഡി പിഗ്മെൻ്റ് ആണോ. പിഗ്മെൻ്റ് ആണ്, ഇത് പിഗ്മെൻ്റ് ആണ്. ഓക്കെ,
ഇത് പിഗ്മെൻ്റ് ആണ്. സോ ഒബ്വിയസ്ലി നമ്മൾ കളർ ഇമ്പാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പെയിൻറ്റിലും നമ്മൾ പിഗ്മെൻ്റ് ആണ് അഡോപ്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വൈറ്റ് കളർ ഇമ്പാർട്ട് ചെയ്യാൻ പിഗ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്ത് ഏത് കളർ വേണമെങ്കിലും നമുക്ക് കോൺക്രീറ്റിന് കൊടുക്കാൻ പറ്റും. സോ ആൻസർ എന്ന് പറഞ്ഞാൽ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In concrete mix, with proportion of its ingredient 1:3:6, the actual quantity of cement per unit volume of the cement, it bulking of the sand is 15%. bulking of the sand 15% ആവുകയാണെങ്കിൽ നമ്മുടെ എന്താണെന്നാണ് ചോദിച്ചിരുന്നത്. സോ സിമെൻറ്റ് ഇത് 1 എന്ന് പറഞ്ഞാൽ സിമെൻ്റ് ആണ്, 3 എന്ന് പറഞ്ഞാൽ സാൻഡ് ആണ്, സി എന്ന് പറഞ്ഞാൽ അഗ്രിഗേറ്റ് ആണ്. ഓക്കെ, സോ സിമെൻറ്റിൻ്റെ ബൾക്കിംഗ് ആവുകയാണ് 5 സിമെൻറ്റ് അതായത് 3ൻ്റെ ബൾക്കിംഗ് ആവുകയാണ്. അപ്പം എത്രയാണ് വാല്യൂ എന്നാണ് ചോദിച്ചത്. വളരെ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 3, ബി ഓപ്ഷൻ 3.45, സി 6, ഡി 4.5. സോ ഇതിലൊന്നും നമുക്ക് ഇത്ര ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ തോന്നുന്നത് നമുക്ക് അറിഞ്ഞുകൂടാതെ തോന്നും. പക്ഷേ ഒന്നുമില്ല, ഇതിൽ നമ്മുടെ സാൻഡിൻ്റെ ബൾക്കിംഗ് ആകുമ്പോൾ സാൻഡിൻ്റെ ബൾക്കിംഗ് എന്ന് പറഞ്ഞാൽ 3 എന്ന റേഷ്യോ എന്താണെന്നാണ് ചോദിക്കുന്നത്. 3 ഇൻറ്റു ജസ്റ്റ് 1.15 ചെയ്യണം. അതായത് 15% ഇൻക്രീസ് ആകുമ്പോൾ നമ്മൾ 1.15 വെച്ച് 3നെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ കിട്ടുന്ന ആൻസറാണ് നമ്മുടെ 3.45. സോ ബി ആണ് കറക്റ്റ് ആൻസർ. വളരെ ബേസിക് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. സാൻഡിൻ്റെ നമ്മൾ ബൾക്കിംഗ് ആകുമ്പോൾ എന്താണ് അതിൻ്റെ വാല്യൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ 3.45 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The dynamic modulus of elasticity of the sample of the concrete is compacted in compression test ആണോ, സ്പ്ലിറ്റ് ടെസ്റ്റ് ആണോ, ടെൻഷൻ ടെസ്റ്റ് ആണോ, അൾട്രാസോണിക് പൾസ് വെലോസിറ്റി ടെസ്റ്റ് ആണോ? സോ ഡൈനാമിക് മോഡുലസ് ഓഫ് വെലോസിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത് ഡി ഓപ്ഷൻ വെച്ചാണ്, അതായത് അൾട്രാസോണിക് പൾസ് വെലോസിറ്റി ടെസ്റ്റ് വെച്ചാണ്. ഓക്കെ, വളരെ ബേസിക് ആയിട്ട് ക്വസ്റ്റൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദ ഡയമെൻഷൻ ഓഫ് 35 ലിറ്റർ ഫോമ ഫോർ മെഷറിങ് അഗ്രിഗേറ്റ് ബൈ വോള്യൂം? അഗ്രിഗേറ്റ് നമ്മൾ മെഷർ ചെയ്യണം. അപ്പോൾ നമ്മുടെ വോള്യൂം എന്ന് പറഞ്ഞാൽ 35 ലിറ്റർ ഫോർമയാണ്. സോ അതിൻ്റെ നമ്മുടെ ഡയമെൻഷനാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ക്യൂബാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ക്യൂബാണ് നമുക്ക് തന്നിട്ടുള്ളത്, ക്യൂബിൻ്റെ ലിറ്റർ. അപ്പോൾ ഇതിൻ്റെ വോള്യൂം എന്ന് പറഞ്ഞാൽ 35 ലിറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇതിൽ നമ്മുടെ മാത്തമാറ്റിക്സ് അപ്ലൈ ചെയ്താൽ മതി. ഇതിൻ്റെ വോള്യൂം എന്ന് പറഞ്ഞാൽ 35 ലിറ്റർ എന്ന് തന്നിട്ടുണ്ട്, അതിൻ്റെ വോള്യൂം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതറിയാം, ഇത് Z ആക്സിസ്, അതായത് ഡെപ്ത്ത്, ഇത് വിഡ്ത്ത്, ഇത് ലെങ്ത് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. സോ ഇതിൽ നമ്മൾ ബേസിക്കായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എല്ലാ വാല്യൂസിനും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഏത് വാല്യൂ ആണോ നമ്മുടെ 35 ലിറ്റർ അല്ലെങ്കിൽ 35 വോള്യൂം വരുന്നത് അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ആൻസർ സി ആണ് കറക്റ്റ് ആൻസർ. മാച്ചിങ് ആയിട്ട് വരുന്നത് 34.9 സംതിങ് വരും. 27 × 27 × 48 ചെയ്യുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 35 ലിറ്റർ കിട്ടും, അല്ലെങ്കിൽ 35 വോള്യൂം കിട്ടും. ഓക്കെ, സോ അതാണ് ആൻസർ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് റിഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് പ്രോപ്പർ ആൻഡ് ആക്യുറേറ്റ് മെഷർമെൻറ്റ് ഓഫ് കോൺക്രീറ്റ് ഇൻഗ്രീഡിയൻറ്റ് ബൈ യൂണിഫോമിറ്റി ഓഫ് പ്രൊപ്പോർഷൻ? ഗ്രേഡിംഗ് ആണോ, ക്യൂറിംഗ് ആണോ, മിക്സിംഗ് ആണോ, ബാച്ചിങ് ആണോ? സോ ഓൾറെഡി നമ്മൾ നോക്കി മെഷർമെൻറ്റിൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ, ബാച്ചിങ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ 28 days cube strength of mass concrete using aggregate of maximum size 5 cm for gravity dam should be. So 28 days ക്യൂബ് സ്ട്രെങ്ത് ആണ് ചോദിച്ചിരുന്നത് മാസ് കോൺക്രീറ്റിൻ്റെ. അഗ്രിഗേറ്റിൻ്റെ സൈസ് മാക്സിമം സൈസ് എന്ന് പറഞ്ഞാൽ 5 mm ആണ്. ഗ്രാവിറ്റി ഡാമിൻ്റെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഏത് സ്റ്റാൻഡേർഡായിട്ട് എത്ര അഡോപ്റ്റ് ചെയ്യുന്നതാണ് ചോദിച്ചിരുന്നത്. സോ ആൻസർ എന്ന് ഇത് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബിറ്റ്വീൻ 150 to 300 kg/cm ആണോ, അതോ 350 to 600 kg/cm ആണോ, അതോ 150 to 500 kg/cm ആണോ, അതോ ബിലോ 200 kg/cm ആണോ? സോ ഇതും സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. ഗ്രാവിറ്റി ഡാം ആയാലും ഏത് നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്താലും 28 days ക്യൂബ് സ്ട്രെങ്ത് ആകുമ്പോൾ മാക്സിമം സൈസ് 5 cm ആകുമ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ്ലി കൺസിഡർ ചെയ്യുന്നത് 200 kg/cm ആണ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഗ്രാവിറ്റി ഡാം ആയാലും ഏത് കൺസ്ട്രക്ഷൻ ആയാലും നമ്മൾ ജനറലി ബിലോ 200 kg/cm ആണ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ? ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരുന്നത്.
The quality of water governs the strength. So quality of water governs the strength. Quality of water strength govern ചെയ്യും. Obviously strength govern ചെയ്യും. Water cement ratio water strength govern ചെയ്യും. ഇത് correct ആണ്. Next എന്ന് പറയുന്നത് the quality of water required for concreting depends upon grading of aggregate and method of compaction. Obviously ഇതും correct ആണ്. So grading of concreteലും depends upon gradingലും depend ചെയ്യും. പിന്നെ method of compactionലും നമ്മുടെ strength അല്ലെങ്കിൽ quantity of water required for the concrete depends upon the grading and methods of compaction. ഇത് രണ്ടും കറക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ 10% excess of water reduces the strength of the concrete by 15%. ഡി എന്ന് പറഞ്ഞാൽ all options are correct. So obviously ഇതിൽ ഈ രണ്ട് ഓപ്ഷൻസ് ആണ് കറക്റ്റ്. ബാക്കി ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ തെറ്റ് എന്താണെന്ന് പറഞ്ഞാൽ obviously excess of the water reduces the strength. നമ്മൾ വാട്ടർ എക്സസ്സിലാണെങ്കിൽ reduces strength ചെയ്യും. പക്ഷേ 10% 15% ആകും എന്നൊരു തിയററ്റിക്കൽ വാല്യൂ ആരും പറഞ്ഞിട്ടില്ല. അതൊരു എന്ന് വെച്ചാൽ എക്സ്പെരിമെൻറ്റ് ബേസ്ഡ് വാല്യൂ ആണ്. 10%ൽ മേ ബി 60% വരെയും വാല്യൂ റെഡ്യൂസ് ആവാറുണ്ട്. ഓക്കെ, 60% വരെ വാല്യൂ റെഡ്യൂസ് ആവാറുണ്ട്. പക്ഷേ ഇത് സ്റ്റാൻഡേർഡ് വാല്യൂ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. 10% റെഡ്യൂസ് ആയാൽ 15% തന്നെ റെഡ്യൂസ് ആവും നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല. 15 to 60% വരെ വാല്യൂ റെഡ്യൂസ് ആവാറുണ്ട്. ഓക്കെ, സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ന്യൂമറിക്കൽ വാല്യൂ തെറ്റാണ്. ബാക്കി ഫസ്റ്റ് രണ്ട് ഓപ്ഷൻ കറക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ റിസൾട്ട് ഓഫ് വി ബി ടെസ്റ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ. വി ബി ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത് അതിൻ്റെ വാല്യൂനാണ് ചോദിച്ചിരിക്കുന്നത്. സോ വി ബി ടെസ്റ്റ് എ സെക്കൻഡ്സിലാണോ, ബി മീറ്ററിലാണോ, സി ന്യൂട്ടൺ പെർ എം സ്ക്വയറിലാണോ, ഡി കെ ജിയിലാണോ. ഒബ്വിയസ്ലി സെക്കൻഡ്സിലാണ് നമ്മൾ വി ബി ടെസ്റ്റിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ എ ഓപ്ഷനാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ദ റേഷ്യോ ഓഫ് കമ്പോണൻറ്റ് ഈസ് ഗ്രേഡ് M20. M20യുടെ ഏതാണ് റേഷ്യോ എന്നാണ് ചോദിച്ചിരുന്നത്. സോ ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് M5ൻ്റെ വാല്യൂ നമ്മൾ അറിഞ്ഞിരിക്കണം. M5ൻ്റെ വാല്യൂ 1:5:10. ഓക്കെ, M7.5ൻ്റെ വാല്യൂ അറിഞ്ഞിരിക്കണം. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1:4:8. ഓക്കെ, M10ൻ്റെ വാല്യൂ 1:3:6. അതേപോലെ M15ൻ്റെ വാല്യൂ 1:2:4. അതേപോലെ M20യുടെ വാല്യൂ 1:1.5:3. M25യുടെ വാല്യൂ 1:1:2. ഓക്കെ, സോ 1:1:2 എന്ന് പറഞ്ഞാൽ M20 ആണ്. സോ ഇത് വളരെ ഈസിയാണ്. ഫസ്റ്റ് M5 ഈ വാല്യൂ നമ്മൾ പഠിക്കണം. 5:2 ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് വാല്യൂ കിട്ടും. അതേപോലെ നമുക്ക് എല്ലാത്തിനും അപ്ലൈ ചെയ്യാൻ പറ്റും. 4:2 ചെയ്യുമ്പോൾ 8 കിട്ടും. അതേപോലെ 3:2 ചെയ്യുമ്പോൾ 6 കിട്ടും. 2:2 ചെയ്യുമ്പോൾ 4 കിട്ടും. സോ നിങ്ങൾ ഈ സെൻറ്റർ വാല്യൂ മാത്രം ഓർമ്മ വെച്ചാൽ മതി, അല്ലെങ്കിൽ ഫസ്റ്റ് വാല്യൂ മാത്രം ഓർമ്മ വെച്ചാൽ മതി. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഈ ഫസ്റ്റ് വാല്യൂ ഓർമ്മ വെക്കണം. ഓക്കെ, പ്ലസ് റെഡ്യൂസ് ബൈ 1 അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ ചോദിച്ചിരിക്കുന്ന ആൻസർ M20യുടെ ആണ്. M20യുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 1:1.5:3 ആണ് കറക്റ്റ് ആൻസർ. സോ ബി ഓപ്ഷനാണ് കറക്റ്റ്. ഓക്കെ, ബി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റിട്ടാർഡേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, കൺസ്ട്രക്ഷൻ ഫോർ ഹൈ റൈസ് ബിൽഡിങ്ങിനാണോ, അതോ റിപ്പയർ വർക്ക്സിനാണോ, അതോ കോൾഡ് വെതർ കണ്ടീഷനിലാണോ, അതോ ഗ്രൗട്ടിംഗ് ഡീപ്പ് ഓയിൽ വെൽസിലാണോ? ഓക്കെ, റിട്ടാർഡേഴ്സ് നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത് കോൺക്രീറ്റിൻ്റെ ആ പ്രോപ്പർട്ടീനെ നമ്മൾ റിട്ടാർഡ് ചെയ്യാൻ. ഓക്കെ, നമ്മൾ 0.05% നമ്മൾ ആഡ് ചെയ്താൽ അതിൻ്റെ പെർസെൻറ്റേജ് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ വർക്കബിലിറ്റി 72 hours വരെ കുറയാൻ ഉള്ള ചാൻസസും ഉണ്ട്. ഓക്കെ, റിട്ടാർഡേഴ്സ് നമ്മുടെ കോൺക്രീറ്റിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് വർക്കബിലിറ്റി അതിൻ്റെ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഉള്ള ഒരു കപ്പാബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പാരാമീറ്ററാണ് റിട്ടാർഡർ. ഓക്കെ, ഒരു അഡ്മിക്സ്ചറാണ് റിട്ടാർഡർ. ഓക്കെ, അത് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഗ്രൗട്ടിംഗ് ഡീപ്പ് വെൽ. ഇവിടെ നമ്മുടെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. ഓക്കെ, അവിടെ നമ്മൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ അല്ലെങ്കിൽ റേറ്റ് ഓഫ് അച്ചീവിങ് ഓഫ് സ്ട്രെങ്ത് വളരെ പെട്ടെന്നായിരിക്കും. ഓക്കെ, ആ ഒരു പ്ലേസസിൽ നമ്മൾ റിട്ടാർഡർ യൂസ് ചെയ്താൽ നമുക്ക് അത്രയും പെട്ടെന്ന് നമുക്ക്
കൂടുതൽ നേരം വരെ അതിനെ യൂസ് ചെയ്യാൻ പറ്റും. താഴെ വരെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകണം, നമ്മൾ കൂടുതൽ നേരം വരെ അതിനെ ഡിലേ ചെയ്യാൻ പറ്റും, അതിൻ്റെ വർക്കബിലിറ്റിനെ ഡിലേ ചെയ്യാൻ പറ്റും. നമ്മൾ അപ് ടു 72 hours വരെ നമുക്ക് റിട്ടാർഡർ യൂസ് ചെയ്ത് നമുക്ക് ഡിലേ ചെയ്യാൻ പറ്റും. സോ ഗ്രൗട്ടിംഗ് ഡീപ്പ് ഓയിൽ വെൽസ് ആണ് കറക്റ്റ് ആൻസർ. റിട്ടാർഡർ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് ഗ്രൗട്ടിംഗ് ഡീപ്പ് ഓയിൽ വെൽസ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൗ മെനി കമ്പോണൻറ്റ്സ് ആർ മെയിൻലി യൂസ്ഡ് ടു പ്രിപ്പയർ കോൺക്രീറ്റ്. ഏതൊക്കെ കമ്പോണൻ്റ് ആണ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓക്കെ, സിമെൻറ്റ് യൂസ് ചെയ്യും. ഓക്കെ, സിമെൻറ്റ് യൂസ് ചെയ്യും, കോഴ്സ് അഗ്രിഗേറ്റ് യൂസ് ചെയ്യും, ഫൈൻ അഗ്രിഗേറ്റ് യൂസ് ചെയ്യും, പ്ലസ് വാട്ടർ യൂസ് ചെയ്യും. ജനറലി നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ജനറലി നമ്മൾ കോൺക്രീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഈ ഒരു 4 ആണ് യൂസ് ചെയ്യുന്നത്. 4 മെറ്റീരിയൽസ്. സിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ബൈൻഡിങ് മെറ്റീരിയൽ, സിമെൻറ്റ് അല്ലെങ്കിൽ ലൈമും യൂസ് ചെയ്യാൻ പറ്റും. ബൈൻഡിങ് മെറ്റീരിയലാണ്. ബൈൻഡിങ് മെറ്റീരിയൽ പ്ലസ് കോഴ്സ് അഗ്രിഗേറ്റ് പ്ലസ് ഫൈൻ അഗ്രിഗേറ്റ് പ്ലസ് വാട്ടർ. സോ ജനറലി നമ്മൾ നോക്കുകയാണെങ്കിൽ 4 ആണ്. പക്ഷേ നമ്മൾ ഇതിൽ ഇൻ അഡീഷൻ ടു ജനറൽ അല്ലാതെ ഇൻ അഡീഷൻ ടു അഡ്മിക്സ്ചർ കൂടെ ആഡ് ചെയ്യാറുണ്ട്. ജനറൽ അല്ലാത്ത ക്യാരക്ടറാണ് ചോദിച്ചതെങ്കിൽ ആൻസർ 5 ആണ്. ബട്ട് ജനറലി ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ആൻസർ 4 ആണ്. ഓക്കെ, സോ ആൻസർ എന്ന് പറഞ്ഞാൽ ഈ കേസസിൽ ആൻസർ എന്ന് പറഞ്ഞാൽ 4 ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ദ റിസ്ക് ഓഫ് സെഗ്രിഗേഷൻ ഈസ് മോർ. ദ റിസ്ക് ഓഫ് സെഗ്രിഗേഷൻ ഏതിലാണ് കൂടുതൽ? വാട്ടർ മിക്സിലാണോ കൂടുതൽ, അതോ ലാർജ് പ്രൊപ്പോർഷൻ ഓഫ് മാക്സിമം സൈസ് ഓഫ് ദ അഗ്രിഗേറ്റ് ആകുമ്പോഴാണോ റിസ്ക് ഓഫ് സെഗ്രിഗേഷൻ കൂടുന്നത്, അതോ കോഴ്സസ് ഗ്രൈൻഡിങ്ങിലാണോ റിസ്ക് ഓഫ് സെഗ്രിഗേഷൻ കൂടുന്നത്, ഓർ ഓൾ ദ ഓപ്ഷൻസ് ആർ കറക്റ്റ്? സോ ഒബ്വിയസ്ലി എല്ലാ ആൻസറും കറക്റ്റാണ്. റിസ്ക് ഓഫ് സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ കോഴ്സ് അഗ്രിഗേറ്റ് കോൺക്രീറ്റിൽ നിന്ന് സെപ്പറേറ്റ് ആവുന്നത്. സോ എല്ലാ ഓപ്ഷൻസും കറക്റ്റാണ്. ഓക്കെ, നോൺ യൂണിഫോം കമ്പാക്ഷൻ മേ കോസ് ദ കോൺക്രീറ്റ്. നോൺ യൂണിഫോം കമ്പാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ പ്ലേസസിൽ നിന്നും ഈക്വലി വാട്ടറിനെ നമ്മൾ എക്സ്പെൽ ഔട്ട് ചെയ്തിട്ടില്ല. അതിനെയാണ് നോൺ യൂണിഫോം കമ്പാക്ഷൻ എന്ന് പറയുന്നത്. അതെന്തൊക്കെയാണ്? പോറസ് ആയതുകൊണ്ടാണോ, നോൺ ഹോമോജിനിയസ് ആയതുകൊണ്ടാണോ, അതോ റെഡ്യൂസ് സ്ട്രെങ്ത്? നോൺ ഹ്യൂമനിറ്റി അല്ലെങ്കിൽ കമ്പാക്ഷൻ നമ്മൾ പ്രോപ്പർലി യൂണിഫോംലി നമ്മൾ നല്ലോണം ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നമുണ്ടാകും? പോറസ് ആകും, നോൺ ഹോമോജിനിയസ് ആകും, റെഡ്യൂസ് സ്ട്രെങ്ത് ആകും. സോ ഓൾ ദ ഓപ്ഷൻസ് ആർ കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വൈൽ കമ്പാക്ടിങ് ദ കോൺക്രീറ്റ് ബൈ മെക്കാനിക്കൽ വൈബ്രേറ്റർ ദ സ്ലംപ് ഷുഡ് നോട്ട് എക്സീഡ് 2.5 സെൻറ്റിമീറ്റർ ആണോ, 5 സെൻറ്റിമീറ്റർ ആണോ, 7.5 സെൻറ്റിമീറ്റർ ആണോ, 10 സെൻറ്റിമീറ്റർ ആണോ? ഇതിൻ്റെ വാല്യൂ സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, 5 സെൻറ്റിമീറ്റർ ആണ് സ്റ്റാൻഡേർഡ് വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പിക്കപ്പ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്? വൈൽ പെർഫോമിംഗ് പ്രിലിമിനറി ടെസ്റ്റ് ഓൺ കോൺക്രീറ്റ്. നമ്മൾ പ്രിലിമിനറി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ ഏതാണ് തെറ്റെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, proportion of materials and water should be the same as used at the work site. Cement should be mixed by hand in order to maintain uniformity. ഇത് രണ്ടും കറക്റ്റ് ആണ്. ഓക്കെ, concrete mix should be stored in airtight container. ഓക്കെ, പിന്നെ concrete ingredients should be kept at 37 degree to 37 degree plus or minus 2 degree. സോ ഒബ്വിയസ്ലി ഇത് തെറ്റാണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 27 degree പ്ലസ് ഓർ മൈനസ് 2 degree സെൽഷ്യസ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ തെറ്റായിട്ട് ഓപ്ഷൻ. സോ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ദ സ്ലംപ് ഓഫ് ദ കോൺക്രീറ്റ് മിക്സ് ഈസ് 60 mm. ഇറ്റ്സ് വർക്കബിലിറ്റി ഈസ്. വർക്കബിലിറ്റി എന്താണ്? ലോ ടു വെരി ലോ എന്ന് പറഞ്ഞാൽ 25 വരെ വരും, 25 mm വരെ വരും. അതേപോലെ 25 to 0 to 25, 25 to 50 എന്ന് പറഞ്ഞാൽ ലോ കാറ്റഗറിയിൽ വരും. അതേപോലെ മീഡിയം എന്ന് പറഞ്ഞാൽ 50 to 75 അല്ലെങ്കിൽ 75 വരെ വരും. ഓക്കെ, സോ ഈ റേഞ്ചിലാണ് നമ്മുടെ ആൻസർ വന്നേക്കുന്നത്, 60 mm എന്ന് വന്നേക്കുന്നത്. സോ മീഡിയം ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സ്ലംപ് ഓഫ് ദ കോൺക്രീറ്റ് മിക്സ് ഈസ് 60 mm. ഇറ്റ്സ് വർക്കബിലിറ്റി ഈസ് മീഡിയം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കോൺക്രീറ്റ് കണ്ടെയ്നിങ് സിലീഷ്യസ് അഗ്രിഗേറ്റ് ഹാസ് higher coefficient of expansion. Igneous aggregate has intermediate coefficient of expansion. Limestone has lowest coefficient of expansion. On all options are correct. So limestone ഇതിൻ്റെയൊക്കെ coefficient of expansion വാല്യൂ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2.5 to 3.6 into 10 raised to minus 6 into 10 raised to minus 6 per degree Celsius ആണ്. ഓക്കെ, ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അപ് ടു 2.5 ആണ്, 10 raised to minus 6.
ഓക്കെ, ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 2.5 ആണ്. ഓക്കെ, ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 2.5. ഓക്കെ, ഏറ്റവും ലോവസ്റ്റ് എന്ന് പറഞ്ഞാൽ ലൈം സ്റ്റോണിൻ്റെ ആണ്, പിന്നെ ഇൻ്റർമീഡിയറ്റ് ചെയ്യുന്ന ഇഗ്നിയസ് ആണ്, പിന്നെ മാക്സിമം എന്ന് പറഞ്ഞാൽ സിലീഷ്യസ് അഗ്രിഗേറ്റ് ആണ്. ഓക്കെ, സോ ഓൾ ദ ഓപ്ഷൻസ് ആർ കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സീ വാട്ടർ കണ്ടെയ്ൻസ് എ salinity of about 3.5%, corrodes the reinforced of RCC, റീൻഫോഴ്സ്മെൻറ്റ് നമ്മൾ കൊറോഡ് ചെയ്യും അല്ലെങ്കിൽ കൊറോഷൻ ഉണ്ടാക്കും. ആക്സിലറേറ്റ് ദ സെറ്റിംഗ് ടൈം ഓഫ് സിമെൻറ്റ്. ഓൾ ദ ഓപ്ഷൻസ് ആർ കറക്റ്റ്. സോ അതിൻ്റെ ആൻസറാണ് ചോദിക്കുന്നത്. സീ വാട്ടർ എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി കറക്റ്റ്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സാലിനിറ്റി ഉണ്ടായിരിക്കും 3.5%. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കൊറോഡ്സ് ദ റീൻഫോഴ്സ്മെൻറ്റ്. ഇതിൽ സീ വാട്ടർ നമ്മുടെ സൾഫറിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്. സോ ഒബ്വിയസ്ലി അത് കൊറോഡ് ചെയ്യും. റീൻഫോഴ്സ്മെൻറ്റ് നമ്മൾ RCC സ്ട്രക്ചർ ആണെങ്കിൽ അതിനെ കൊറോഷൻ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ നമ്മുടെ അറിയാം സീ വാട്ടറിൽ നമ്മുടെ കാൽഷ്യമിൻ്റെ പ്രോഡക്റ്റ് ഉണ്ട്, കാൽഷ്യമിൻ്റെ പ്രോഡക്റ്റ് ആണുള്ളത്. സോ ഇതിന് നമ്മൾ ആക്സിലറേറ്റർ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ആക്സിലറേറ്റർ ആയിട്ട് പറയുമ്പോൾ ഏതാണ്? കാൽഷ്യം ക്ലോറൈഡ്. ഓക്കെ, കാൽഷ്യം ക്ലോറൈഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്യാറുണ്ട്. കാൽഷ്യം ക്ലോറൈഡ് നമ്മൾ എന്താണ് ചെയ്യുന്നത്? കാൽഷ്യം ക്ലോറൈഡ് ദ ആക്സിലറേറ്റ് ദ സെറ്റിംഗ് ടൈം ഓഫ് സിമെൻറ്റ്. ഇത് ആക്സിലറേറ്റ് ചെയ്യും സെറ്റിംഗ് ടൈം ഓഫ് സിമെൻറ്റ്. സോ അതേപോലെ അതിൻ്റെ ക്ലോറൈഡ് കണ്ടൻറ്റ് ഉള്ളത് കാരണം അത് റെയിൻഫോഴ്സ്മെൻറ്റിനെ കൊറോഷനും ഉണ്ടാക്കും. ഓക്കെ, സോ എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആണ്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ ഡി ഓപ്ഷനാണ്. ഓൾ ദ ഓപ്ഷൻസ് ആർ കറക്റ്റ്. ഓക്കെ, സോ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ പ്ലീസ് ലൈക്ക് ചെയ്യുക, മാക്സിമം വീഡിയോസിനെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ മാക്സിമം ഫോർവേഡ് ചെയ്യുക. സോ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം ബാക്കി ക്വസ്റ്റ്യനായി. അതുവരെയും പ്ലീസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്.